നമസ്കാരം. ഗൾഫ് ടുഡേ ആരംഭിക്കുന്നു. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ദുബായിൽ എയർ ഷോയ്ക്കിടെ ഇന്ത്യൻ യുദ്ധവിമാനം തേജസ് തകർന്നു വീണ് പൈലറ്റിന് വീരമൃത്യു. അൽ മക്തും വിമാനത്താവളത്തിനടുത്താണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വ്യോമസേന ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു. ദുബായ് സമയം ഉച്ചയ്ക്ക് 2:10 ദാരുണമായ അപകടം. ആദ്യ റൗണ്ട് അഭ്യാസ പ്രകടനം പൂർത്തിയാക്കിയതിനു പിന്നാലെയാണ് അപകടം. അഭ്യാസ പറക്കലിനിടെ അതിവേഗം താഴേക്ക് കൂപ്പുകുത്തി വന്ന വിമാനം നിലത്ത് വീണ തീഗോളമായി മാറുകയായിരുന്നു. ഉടൻ രക്ഷാപ്രവർത്തകർ എത്തി തീയണച്ചു. അപകടത്തിൽ പൈലറ്റ് വീരമൃത്യു വരിച്ചതായി അറിയിച്ച വ്യോമസേന സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. 115 രാജ്യങ്ങളിൽ നിന്നായി 200ഓളം വിമാനങ്ങളാണ് ദുബായ് എയർ ഷോയിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തും അഭിമാനവുമാണ് ഏറ്റവും ഭാരം കുറഞ്ഞ ചെറു സൂപ്പർസോണിക് യുദ്ധവിമാനമായ തേജസ്. ഹിന്ദുസ്ഥാൻ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും സംയുക്തമായി തദ്ദേശീയമായി വികസിപ്പിച്ച തേജസ് യുദ്ധവിമാനം 2016 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത്. 24 ഡൽഹി. തദ്ദേശീയമായി യുദ്ധവിമാനം ഉണ്ടാക്കുക എന്ന ഇന്ത്യൻ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായിരുന്നു HAL തേജസ്. 2003 മുതൽ കഴിഞ്ഞ 22 വർഷമായി തേജസ് വ്യോമസേനയുടെ അഭിമാനമായി നിൽക്കുകയാണ്. ആദ്യമായാണ് അപകടത്തിൽ പൈലറ്റിന് ജീവൻ നഷ്ടമാകുന്നത്. ഇന്ത്യയുടെ സ്വന്തം തേജസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2001 ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് തേജസിന്റെ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നത്. 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞ് 2003 പരിഷ്കരിച്ച ഡിസൈനുമായി തേജസിന്റെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് വെഹിക്കിൾ HAL പുറത്തിറക്കി. ശേഷം വീണ്ടും 8 വർഷം കാത്തിരിക്കേണ്ടി വന്നു തേജസ് വ്യോമസേനയ്ക്ക് കൈമാറാൻ. 2011 ആയുധങ്ങളില്ലാതെ ഉപയോഗിക്കാനുള്ള അനുമതി വ്യോമസേനയ്ക്ക് ലഭിച്ചു. ശേഷം 2015 ജനുവരി 17 ആദ്യത്തെ സ്ക്വാഡ്രൺ വ്യോമസേനയ്ക്ക് നൽകി. 45 വിമാനങ്ങളായിരുന്നു സ്ക്വാഡ്രണിൽ ഉണ്ടായിരുന്നത്. 2016 ജൂലൈയിൽ ആദ്യ സ്ക്വാഡ്രൺ പൂർണ്ണമായും പ്രവർത്തന സജ്ജമായി. ആയുധങ്ങൾ ഉൾപ്പെടെ വഹിക്കാൻ സാധിക്കുന്ന തരത്തിൽ പരിഷ്കരിച്ച തേജസിനെ 2019 HAL അവതരിപ്പിച്ചു. ഡെൽറ്റ വിംഗ് ഫൈറ്റർ പ്രത്യേകതകളും പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത രൂപകൽപ്പനയുമാണ് തേജസിന്റെ പ്രത്യേകത. മാർക്ക് 1 എന്ന ആദ്യത്തെ വേരിയന്റ് പിന്നീട് മാർക്ക് 1A എന്ന വേരിയന്റിലേക്ക് അപ്ഗ്രേഡ് ചെയ്തു. ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളാണ് പുതിയ വേരിയന്റിന്റെ പ്രത്യേകത. ഇന്ത്യയിൽ വികസിപ്പിച്ച വിമാനമാണെങ്കിലും തേജസിന്റെ എഞ്ചിൻ വിദേശിയാണ്. ഏറ്റവും പുതിയ വേരിയന്റിനായി എയർഫോഴ്സ് കാത്തിരിക്കുമ്പോഴാണ് അപകട വാർത്ത പുറത്തുവരുന്നത്. ഇത് 2ാം തവണയാണ് തേജസ് വിമാനം തകർന്നു വീഴുന്നത്. കഴിഞ്ഞ വർഷം രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ ഒരു ഹോസ്റ്റൽ കോമ്പൗണ്ടിൽ തേജസ് തകർന്നു വീണിരുന്നു. അന്ന് പൈലറ്റ് വിജയകരമായി ഇജക്ട് ചെയ്ത് രക്ഷപ്പെട്ടു. പൈലറ്റിന് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്ന ആദ്യത്തെ അപകടമാണ് ഇന്ന് ദുബായിൽ നടന്നത്. റിസർച്ച് ഡെസ്ക് 24. ദേശീയ ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടി ഒമാൻ. പൗരന്മാരും പ്രവാസികളും ദേശീയ ദിനാഘോഷ പരിപാടികളിൽ പങ്കാളികളായി. ഒമാൻ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള സൈനിക പരേഡിൽ ഭരണാധികാരി സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് സല്യൂട്ട് സ്വീകരിച്ചു. മസ്കത്തിലെ അൽ ഫതക് സ്ക്വയറിലായിരുന്നു ഇത്തവണ സൈനിക പരേഡ് നടന്നത്. വിവിധ സേനകളും സുൽത്താന്റെ പ്രത്യേക സേനയും പരേഡിൽ പങ്കെടുത്തു. രാജകുടുംബത്തിലെ അംഗങ്ങൾ, സ്റ്റേറ്റ് കൗൺസിൽ, ഷൂറ കൗൺസിൽ ചെയർമാൻമാർ, മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, മറ്റ് സൈനിക സുരക്ഷാ വകുപ്പുകളുടെ കമാൻഡർമാർ, അറബ് നയതന്ത്ര ദൗത്യങ്ങളുടെ തലവന്മാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗങ്ങൾ, ഷൂറ കൗൺസിൽ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് മസ്കത്തിലെ സീബിലും ദോഫാറിലെ സലാലയിലും രാത്രി കരുമരുന്ന് പ്രയോഗവും നടന്നു. ലോക നേതാക്കൾ ഒമാൻ ഭരണാധികാരിക്ക് ആശംസകൾ നേർന്നു. 24 ഒമാൻ. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെയും പിന്നാക്ക ഗ്രാമീണ സമൂഹങ്ങളുടെയും സമഗ്ര ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കാൻഡിൽ ഓഫ് ഹോപ്പ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജിദ്ദയിൽ സൗഹൃദ സംഗമം സംഘടിപ്പിച്ചു. വ്യവസായ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ സംബന്ധിച്ചു. സുഹറൈദുൻ നൂറാനി, കാൻഡിൽ ഓഫ് ഹോപ്പ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ ലുഖ്മാനുൽ ഹക്കീം എന്നിവർ വിഷയാവതരണം നടത്തി. ചെയർമാൻ നാസർ വെളിയങ്കോട്, CEO ജലീൽ കണ്ണമംഗലം തുടങ്ങിയവരും പരിപാടിയുടെ ഭാഗമായി.
കുവൈറ്റിൽ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ചികിത്സയിലായിരുന്ന 9 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു. കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ജവാദ് ജംഷിന ദമ്പതികളുടെ മകൻ എസ്രാൻ ജവാദാണ് മരിച്ചത്. ശ്വാസതടസ്സം നേരിട്ട കുഞ്ഞിനെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡൽഹി ചാവേർ സ്ഫോടനത്തിൽ അന്വേഷണം ദക്ഷിണേന്ത്യയിലേക്കും. ആക്രമണങ്ങൾക്ക് പിന്നിലെ വിദേശ ഹാൻഡ്ലർ ബംഗളൂരു സ്വദേശി ഫൈസൽ എന്നാണ് സൂചന. വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ വിദേശ പരിശീലനം ലഭിച്ചുവെന്നും കണ്ടെത്തി. സംഘം ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിച്ച ഗ്രൈൻഡർ ഫരീദാബാദിലെ വീട്ടിൽ നിന്ന് കണ്ടെത്തി. 2022 കോയമ്പത്തൂർ ചാവേർ സ്ഫോടനം, 2022 മംഗളൂരു ഓട്ടോറിക്ഷ സ്ഫോടനം, 2024 ബംഗളൂരു രാമേശ്വരം കഫേ സ്ഫോടനം എന്നിവയ്ക്കും ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടെന്ന സൂചനയാണ് ഏജൻസികൾക്ക് ലഭിച്ചത്. ഇവയിലെല്ലാം പ്രാദേശികമായി ലഭിക്കുന്ന രാസവളത്തിൽ നിന്നും അമോണിയം നൈട്രേറ്റ് വേർതിരിച്ചെടുത്താണ് ഉഗ്രശേഷിയുള്ള സ്ഫോടന വസ്തുക്കൾ നിർമ്മിച്ചത്. ബംഗളൂരു സ്വദേശിയായ എഞ്ചിനീയർ ഫൈസൽ എന്ന സാക്കിർ ഉസ്താദിന് ദക്ഷിണേന്ത്യയിലെ സ്ഫോടനങ്ങളുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു. 2012 പാകിസ്ഥാനിലേക്ക് കടന്ന ഫൈസൽ അടുത്തിടെ സിറിയ തുർക്കി അതിർത്തിയിൽ എത്തിയതായി വിവരമുണ്ട്. ഡൽഹി ആക്രമണത്തിന് നിർദ്ദേശം നൽകിയ ഉക്കാസ എന്ന ഹാൻഡിലിന് പിന്നിൽ ഫൈസലാണെന്നാണ് നിഗമനം. വൈറ്റ് കോളർ സംഘത്തിന് ബോംബ് നിർമ്മിക്കാൻ പരിശീലനം നൽകുന്ന 42 വീഡിയോകൾ ടെലഗ്രാം വഴി അയച്ചു നൽകിയതായി NIA കണ്ടെത്തി. ഹൻസുള്ള എന്ന പേരുള്ള ഹാൻഡിൽ നിന്നാണ് ഡോക്ടർ മുസമിൽ അഹമ്മദ് ഗനായിക്ക് വീഡിയോകൾ ലഭിച്ചത്. 2008 ബട്ട്ല ഹൌസ് ഏറ്റുമുട്ടലിന് ശേഷം ഒളിവിൽ പോയ ഇന്ത്യൻ മുജാഹിദീൻ ഭീകരൻ മിർസ ഷബാദ് ബേഗ് അൽഫല സർവകലാശാലയിൽ നിന്നാണ് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയതെന്ന് കണ്ടെത്തി. ഡൽഹി സ്ഫോടനത്തിൽ ഇയാളുടെ പങ്ക് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം ബോംബ് നിർമ്മാണത്തിനായി യൂറിയ പൊടിക്കാൻ വൈറ്റ് കോളർ സംഘം ഉപയോഗിച്ച ഗ്രൈൻഡർ NIA സംഘം കണ്ടെടുത്തു. ഡോക്ടർ മുസമിലിന്റെ സുഹൃത്തിന്റെ ഫരീദാബാദിലെ വീട്ടിൽ നിന്നാണ് ഗ്രൈൻഡർ കണ്ടെത്തിയത്. 24 ഡൽഹി. കുവൈറ്റിൽ തൊഴിലാളികളെ ചൂഷണത്തിന് ഇരയാക്കിയ മാഫിയ സംഘത്തെ ഹവലി ക്യാപിറ്റൽ കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ഷോപ്പിംഗ് മാളുകളിലും മറ്റും ട്രോളി ഉന്തുന്ന ജോലിയിലേർപ്പെട്ട പ്രവാസി തൊഴിലാളികളെയാണ് ഇവർ ചൂഷണത്തിന് ഇരയാക്കിയത്. വിദേശത്ത് നിന്ന് വൻ തുക വാങ്ങി തൊഴിലാളികളെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും ഷോപ്പിംഗ് മാളുകളിലും മറ്റും ഇവരെ ജോലിക്ക് വിന്യസിക്കുകയും ചെയ്തിരുന്ന സംഘം തൊഴിലാളികൾക്ക് ശമ്പളവും നൽകിയിരുന്നില്ല. ഇതേ തുടർന്ന് ലഭിച്ച പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത്. ഇറാൻ അവയവക്കടത്തിന്റെ നടുക്കുന്ന കണ്ടെത്തലുമായി NIA. സംഘം ലക്ഷ്യമിട്ടത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെയാണ്. പണം നൽകിയ ശേഷം ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിച്ചെന്നും പ്രതികൾ പണം ക്രിപ്റ്റോ കറൻസിയാക്കി മാറ്റിയെന്നുമാണ് കണ്ടെത്തൽ. മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ആലുവ കുഴുവേലിപ്പടിയിൽ തുറന്ന ഓഫീസിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നവരെ ചൂഷണം ചെയ്താണ് മധുവും സംഘവും അവയവക്കടത്ത് നടത്തിയത്. ആദ്യം ഇത്തരക്കാർക്ക് പണം നൽകും, പിന്നീട് ഭീഷണിപ്പെടുത്തി ഇറാനിലെത്തിക്കും. കിഡ്നി ലക്ഷ്യം വെച്ചാണ് കൂടുതൽ ആളുകളെയും കടത്തിയിരുന്നത്. അവയവക്കടത്തിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയായി മാറ്റിയും ഭൂമി വാങ്ങിയും സൂക്ഷിച്ചു. സ്റ്റെമാക്ലം എന്ന പേരിലുള്ള അക്കൗണ്ടിലേക്കാണ് പണം എത്തിയിരുന്നത്. മധുവും രാജ്യാന്തര അവയവക്കടത്ത് സംഘവും തമ്മിൽ അടുത്ത ബന്ധമുണ്ട്. മധുവിനും കൂട്ടാളികൾക്കും സഹായം നൽകിയവരെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് NIA. ഒപ്പം ലാഭമായി ലഭിച്ച പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന അന്വേഷണവും ശക്തമാണ്. അതേസമയം മനുഷ്യക്കടത്തിനായി പ്രതി മധു ജയകുമാർ ഓഫീസ് തുറന്നത് ആലുവ കൊഴുവേലിപ്പടിയിലാണെന്നും കണ്ടെത്തി. 2021 മെഡിക്കൽ ടൂറിസം എന്ന പേരിലായിരുന്നു ഓഫീസ് വാടകയ്ക്കെടുത്തതെന്ന് കെട്ടിട ഉടമ വ്യക്തമാക്കി. മനുഷ്യക്കടത്തിന് മറയാക്കിയ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഇരയാകുന്നവർക്ക് നഷ്ടം മാത്രം, ഇടനിലക്കാർക്ക് കോടികളുടെ ലാഭവും. കണ്ണിൽ ചോരയില്ലാത്ത അവയവക്കടത്ത് സംഘത്തെ പൂട്ടാനാണ് കേന്ദ്ര ഏജൻസിയുടെ തീരുമാനം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. മകളുടെ വിവാഹാവശ്യത്തിനെടുത്ത വായ്പ തിരിച്ചടക്കാനാകാത്തതോടെ ജപ്തി ഭീഷണിയിലാണ് തൃശൂരിലെ ഒരു കുടുംബം. വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഭർത്താവ് ജയിലിലാകുകയും ഹൃദ്രോഗം പിടിപെടുകയും ചെയ്തതോടെ നിസ്സഹായ അവസ്ഥയിലായിരിക്കുകയാണ് വീട്ടമ്മയായ സുൽഫത്ത്. ആകെയുള്ള വീടും സ്ഥലവും ജപ്തി ചെയ്താൽ പെരുവഴി മാത്രമാണ് കുടുംബത്തിന് ആശ്രയം. പോർക്കുളം MD കോളേജിന് എതിർവശത്തെ ലൈൻ കെട്ടിടം ഇരുമ്പുവാതിൽ തുറന്ന് ഇരുളടഞ്ഞ ഇടനാഴിയിലൂടെ 1ാമത്തെ നിലയിലേക്ക്. ഒറ്റമുറിയിൽ ദുരിതം പേറി കണ്ണീരണിഞ്ഞിരിപ്പാണ് സുൽഫത്ത്. മകളുടെ വിവാഹ ആവശ്യത്തിനു വേണ്ടിയാണ് പൂവത്തൂരിലെ 7 സെന്റ് സ്ഥലവും വീടും 5 ലക്ഷം രൂപയ്ക്ക് പണയപ്പെടുത്തി വായ്പ എടുത്തത്. പലപ്പോഴായി വായ്പ പുതുക്കി. 19 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്. ഭർത്താവ് ദിലീപ് വിദേശത്ത് ജോലി ചെയ്യുന്നു എന്ന ആശ്വാസത്തിലാണ് വായ്പ എടുത്തത്. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞെന്ന് കാണിച്ച് ദിലീപിനെ ജയിലിലടച്ചതോടെ കുടുംബത്തിന്റെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. വർഷങ്ങൾ ജയിലിൽ കഴിഞ്ഞ് ദിലീപ് തിരിച്ചെത്തിയപ്പോഴേക്കും
വിഷാദരോഗത്തിലായി. ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടു. കൈപിടിച്ച് നടത്തിയ സുൽഫത്ത് ഇന്ന് ഹൃദ്രോഗത്തിന്റെ പിടിയിലാണ്. മോളെ കെട്ടിച്ച് അത് ലോണിങ്ങനെ അടച്ചുകൊണ്ടിരുന്നേന്ന്. അതിൻ്റെ ഇടയിൽ സ്ട്രോക്ക് വന്ന് എനിക്ക് 2 അറ്റാക്ക് വന്നു. പിന്നെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അവിടെ വിസ അടിച്ച് കിട്ടാണ്ട് ആൾ ജയിലിൽ വിട്ടു. അങ്ങനെ എല്ലാം ബ്ലോക്കായി മൊത്തത്തിൽ. അങ്ങനെ പലിശ കൂടി ഇപ്പോൾ അത് ജപ്തിയായി. ലേലത്തിന് വെച്ചിരിക്കുക. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഏതെങ്കിലും വഴിക്ക് അതൊന്ന് അടച്ച് തിരിച്ചെടുത്ത് ജീവിക്കാൻ വേറൊരു മാർഗമില്ല. കോടതിയെ സമീപിച്ച് ഈ മാസം 22 വരെ ജപ്തി തടഞ്ഞിട്ടുണ്ട്. പക്ഷേ പണം തിരിച്ചടയ്ക്കാൻ നിർവാഹമില്ലാതായതോടെ പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് കുടുംബം. എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചിട്ട് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളെ മുന്നിൽ കൈ നീട്ടണം. മരുന്ന് മുടങ്ങിയ കാരണം ഇപ്പോൾ 4 ദിവസം മുന്നേ വീണ്ടും സ്ട്രോക്ക് വന്നിട്ട് ചുണ്ടൊക്കെ കൂടിപ്പോയി. തളർന്നിട്ട് ആംബുലൻസിൽ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ. മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ്. എന്നിട്ട് മകള് അവന് നോക്കണമില്ല. ഒരു കുട്ടിയായിട്ട് അവളെയും കൂടി ഞങ്ങൾ നോക്കേണ്ട അവസ്ഥയാണ്. തൃശൂർ. കൊല്ലം കാവനാട് മീൻപിടുത്ത ബോട്ടുകൾക്ക് തീപിടിച്ചു. അഷ്ടമുടിക്കായലിൽ മുക്കാട് ഭാഗത്ത് നങ്കൂരമിട്ടിരുന്ന 2 ബോട്ടുകൾക്കാണ് തീപിടിച്ചത്. ബോട്ടുകൾ പൂർണ്ണമായി കത്തി നശിച്ചു. പാചകവാതക ഗ്യാസ് പടർന്നതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഒന്നിച്ച് നങ്കൂരമിട്ടിരുന്ന ബോട്ടുകളിൽ 2 നിന്ന് തീ പടരുന്നത് കണ്ടതോടെ മത്സ്യബന്ധന തൊഴിലാളികൾ ബോട്ടുകളുടെ കെട്ടഴിച്ചുവിട്ടു. കൂടുതൽ ബോട്ടുകളിലേക്ക് തീ പടരുന്നത് ഇതോടെ ഒഴിവായി. സെന്റ് ജോർജ് തുരുത്തിൽ ഐസ് പ്ലാന്റിന് സമീപത്തായി ബോട്ടുകൾ അടിഞ്ഞു. യഹോവ, ഹല്ലേലൂയ എന്നീ ബോട്ടുകളിലാണ് തീപിടിച്ചത്. കായലിന്റെ നടുഭാഗത്തായതിനാൽ ഫയർഫോഴ്സിന് വാഹനമെത്തിക്കാൻ കഴിഞ്ഞില്ല. ഐസ് പ്ലാന്റിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ച് ഫയർഫോഴ്സ് ശ്രമം നടത്തിയെങ്കിലും പൂർണ്ണമായി വിജയിച്ചില്ല. കാറ്റ് കാരണം തീ ആളിപ്പടർന്നതും പ്രതിസന്ധിയിലായി. ഐലൻഡാണ്. അവിടെ നമ്മുടെ വള്ളത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സൗകര്യത്തിൽ എത്താൻ പറ്റില്ല. വഴിയുള്ള സ്ഥലമല്ലത്. അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾക്ക് നിസാര പരുക്കേറ്റു. ആന്ധ്ര സ്വദേശികളായ രാജു, അശോക് എന്നിവർക്കാണ് പൊള്ളലേറ്റത്. തീപിടുത്തത്തിന്റെ കാരണം സ്ഥിരീകരിച്ചിട്ടില്ല. പാചകവാതക ഗ്യാസ് പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം. 24 കൊല്ലം. പോരാട്ടച്ചൂടിൽ കേരളം. മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ പച്ചക്കോട്ട പിടിക്കാൻ 22-കാരിയെ രംഗത്തിറക്കിയിരിക്കുകയാണ് LDF. SFI ജില്ലാ കമ്മിറ്റി അംഗം MG തേജാനന്ദയാണ് ജില്ലാ പഞ്ചായത്ത് തിരുനവയിൽ നിന്ന് ജനവിധി തേടുന്നത്. വിദ്യാർത്ഥി സമര പോരാട്ടത്തിന്റെ കരുത്തുമായാണ് MJ തേജനന്ദ മത്സരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് തിരുനാവായ ഡിവിഷൻ പിടിച്ചെടുക്കാൻ പാർട്ടി നിയോഗിച്ചതാണ് ഈ 22-കാരിയെ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുതിർന്നവർക്കൊപ്പം SFI പ്രവർത്തകരും കട്ടയ്ക്ക് കൂടെയുണ്ട്. വോട്ടർമാർ വലിയ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുന്നുവെന്ന് തേജനന്ദ. പാർട്ടി നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വർക്ക് എടുത്ത് നമ്മൾ ജയിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ സിറ്റിംഗ് സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തവണ എന്തായാലും തിരുനാവായ ഡിവിഷനിലൊരു മാറ്റം ഉണ്ടാവും. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ SFIയിലേക്ക് കടന്നുവന്ന തേജനന്ദ ജില്ലാ കമ്മിറ്റി അംഗമാണ്. മലയാളം സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കിയിട്ടുണ്ട്. തിരുനാവായ ഡിവിഷൻ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഈ 22-കാരി. 24 തിരൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മാനസികമായി താൽപര്യമില്ലെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. തൃശൂരിലെ തോൽവി മത്സരത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ കാരണമാണ്. മുഖ്യമന്ത്രിയാകണമെന്ന ആഗ്രഹമില്ല. ശശി തരൂരിന്റെ നിലപാടുകളെ അതൃപ്തി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും K മുരളീധരൻ 24 ഫോർ ദ പീപ്പിൾ പരിപാടിയിൽ പറഞ്ഞു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വലിയ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് K മുരളീധരൻ. തിരുവനന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയിൽ വലിയ വിജയം പ്രതീക്ഷിക്കുന്നു. പുനഃസംഘടനയിൽ അതൃപ്തികൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ പാർട്ടിയുടെ വിജയമാണ് മുഖ്യമെന്ന് K മുരളീധരൻ. ഈ പുനഃസംഘടനയിൽ K മുരളീധരൻ അതൃപ്തി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഞാൻ തുറന്നു പറയാറുണ്ട്. പാർട്ടി ജനാധിപത്യ പാർട്ടി ആയതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ പറയില്ല, അഭിപ്രായങ്ങളിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇനിയൊരു തെരഞ്ഞെടുപ്പ് മത്സരത്തിന് ഉണ്ടോ എന്ന ചോദ്യത്തിന് മാനസികമായി താല്പര്യമില്ല എന്ന് മറുപടി.
തൃശൂരിലെ തോൽവിയുടെ ആഘാതം അതിൽ പ്രധാന കാരണം. തൃശൂരിൽ കാലുവാരിയത് ആരാണെന്ന് വ്യക്തമായി അറിയാം. മുഖ്യമന്ത്രിയാകണമെന്ന മോഹം തനിക്കില്ലെന്നും തുറന്നു പറച്ചിൽ. എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നുമില്ല. കാരണം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊന്നും നല്ലതല്ല. ഇപ്പോഴും ഇലക്ഷൻ മത്സരിക്കാനും മുകളിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. അതിനെന്താണ് കാരണം? അതിൻ്റെ കാരണം ഈ ഒരു പക്ഷേ തൃശ്ശൂരുണ്ടായ തിരിച്ചടിയായിരിക്കാം അതിൻ്റെ കാരണം. തൃശ്ശൂർ എന്നെ കാലുവാരിയത് ആരാന്നൊക്കെ ജനത്തിനറിയാം. ശശി തരൂരിന്റെ നിലപാടുകളിൽ വ്യക്തമായ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. മറ്റു കാര്യങ്ങൾ പാർട്ടി ഹൈക്കമാൻഡ് തീരുമാനിക്കും. ലൈംഗികാരോപണ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ശിക്ഷിക്കപ്പെടണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷണത്തിൽ ഇപ്പോഴും സംശയങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് കൊഴിഞ്ഞുപോയ കോൺഗ്രസ് വോട്ടുകൾ തിരികെ വരുമെന്നും കെ മുരളീധരൻ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് 24. കുവൈറ്റിൽ വീട്ടുജോലിക്ക് പോയി മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്ന സ്ത്രീയെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് നാട്ടിൽ തിരികെ എത്തിച്ചു. കോട്ടയം വാടൂർ സ്വദേശിനി ബീന ഷൈജുവിനെയാണ് തിരികെ നാട്ടിലെത്തിച്ചത്. 6 മാസം മുൻപാണ് ബീന ഷൈജു വീട്ടുജോലിക്കായി കുവൈറ്റിലെത്തിയത്. അടൂരിലെ ഒരു ഏജന്റാണ് ഇവരെ കുവൈറ്റിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ ജോലിക്ക് നിയമിച്ച വീട്ടിലെ ഉടമയുടെ മാനസിക പീഡനം ബീനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. ബീനയുടെ അച്ഛൻ മരിച്ചെന്നറിയിച്ചിട്ടും ഉടമസ്ഥൻ ഇവരെ നാട്ടിലേക്ക് വിടാൻ തയ്യാറായില്ല. ഇതോടെ ബന്ധുക്കളുടെയും ജനപ്രതിനിധികളുടെയും സഹായം ബീന തേടി. തുടർന്ന് ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെ ബീനയെ നാട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. എന്നെ അടൂരുള്ള ഒരു സുനിലെന്ന് പറഞ്ഞ ഒരാളാണ് എന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വളരെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടായി. ഭയങ്കര ഒരു പ്രയാസമായിരുന്നു എനിക്ക് നേരിട്ടത്. ഇത്തരം സംഭവങ്ങൾ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കുവാനുള്ള നല്ല ജാഗ്രത എല്ലാ ആളുകളിലും ഉണ്ടാകണമെന്നുള്ളതാണ് ഇങ്ങനെ ജോലി തേടി പോകുന്നവരോട് നമുക്ക് പറയുവാനുള്ളത്. ബീനയെ തിരികെ കൊണ്ടുവരാൻ ഏജന്റിനെ ബന്ധപ്പെട്ടിട്ടും അത് സാധിച്ചിരുന്നില്ല. 1,20,000 രൂപ നൽകണമെന്ന് കുവൈറ്റിലുള്ള ഉടമ ആവശ്യപ്പെട്ടുവെന്നും ഇവർ പറയുന്നു. ഇത് നൽകിയിട്ടും പാസ്പോർട്ട് വിട്ടു നൽകാൻ ഉടമ തയ്യാറായില്ല. തുടർന്നായിരുന്നു നാട്ടുകാരും ജനപ്രതിനിധികളും സംയുക്തമായി വിഷയത്തിൽ ഇടപെട്ടത്. നിരവധി സ്ത്രീകൾ സമാനമായ രീതിയിൽ വിദേശത്ത് കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് ബീന പറഞ്ഞു. 24 കോട്ടയം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് ആശ്വാസം. MR അജിത് കുമാറിനെതിരായ വിജിലൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. മുഖ്യമന്ത്രിക്കെതിരായ വിജിലൻസ് കോടതി പരാമർശവും ഹൈക്കോടതി നീക്കി. വിജിലൻസിന്റെ റിപ്പോർട്ട് കൃത്യമായി പരിശോധിക്കാതെയാണ് കോടതിയുടെ നടപടിയെന്നായിരുന്നു ADGP MR അജിത് കുമാറിന്റെ വാദം. നടപടിക്രമങ്ങൾ പാലിക്കാതെയുള്ള വിജിലൻസ് കോടതിയുടെ ഉത്തരവ് ഹൈക്കോടതി തള്ളി. നടപടിക്രമങ്ങൾ പാലിച്ച പരാതിക്കാർക്ക് പ്രോസിക്യൂഷൻ അനുമതിക്കായി സർക്കാരിനെ സമീപിക്കാമെന്നും കോടതി. ചട്ടങ്ങൾ പ്രകാരം അന്വേഷണത്തിന് പ്രോസിക്യൂഷൻ അനുമതി തേടാത്തതിൽ വിജിലൻസ് കോടതിക്ക് വീഴ്ച സംഭവിച്ചെന്ന് നേരത്തെ ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വിജിലൻസിന്റെ അന്തിമ റിപ്പോർട്ടിലെ മുഖ്യമന്ത്രി അംഗീകരിച്ചെന്ന പരാമർശത്തെയും തിരുവനന്തപുരം വിജിലൻസ് കോടതി നിശ്ചിതമായി വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രി വിജിലൻസിന്റെ ഭരണത്തലവൻ മാത്രമാണെന്നും അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ രാഷ്ട്രീയ ഉന്നതർക്ക് കഴിയില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ഈ പരാമർശവും ഹൈക്കോടതി നീക്കി. പരാമർശം അനുചിതമെന്നായിരുന്നു നിരീക്ഷണം. സ്വർണ്ണക്കടത്ത്, കവടിയാറിലെ ഫ്ളാറ്റ് വിൽപ്പന, അനധികൃത സ്വത്ത് സമ്പാദനം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ച നെയ്യാറ്റിങ്കര സ്വദേശി അഡ്വക്കേറ്റ് നാഗരാജാണ് MR അജിത് കുമാറിനെതിരെ പരാതി നൽകിയത്. ഹൈക്കോടതിയിലെ ഹർജിയിൽ മുൻ MLA PV അൻവറും ADGPക്കെതിരെ കക്ഷി ചേർന്നിരുന്നു. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.